തമിഴ്നാട്ടിൽ കോൺഗ്രസിന് ഇപ്രാവശ്യം വെറും 5 MLA മാത്രമാണ് ഉള്ളത്. അത് അവരുടെ തെറ്റാണ് എന്ന് പൂർണ്ണമായി പറയാൻ ആവില്ല. കാരണം വിജയ് തരംഗത്തിൽ DMK മുന്നണി തകർന്നടിഞ്ഞതിനാലാണ് കോൺഗ്രസ് ഒറ്റയക്കത്തിലേക്ക് ചുരുങ്ങിയത്. എന്നാൽ തമിഴ്നാട്ടിലെ യഥാർത്ഥ കിങ് മേക്കറായി മാറിയത് വെറും 5 MLA മാത്രമുള്ള മല്ലികാർജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും നയിക്കുന്ന കോൺഗ്രസ് ആണ്. വിജയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കാതിരുന്നപ്പോൾ ആദ്യമേ രാഹുൽ ഗാന്ധിയോടാണ് അദ്ദേഹം പിന്തുണ ആവശ്യപ്പെട്ടത്. പണക്കൊഴുപ്പ് കൊണ്ട് മോദിയും കൂട്ടരും തമിഴ്നാട്ടിലെ ജനങ്ങളുടെ ജനവിധി അട്ടിമറിക്കുന്ന സാഹചര്യം വന്നപ്പോൾ കോൺഗ്രസ് വിജയുടെ രക്ഷയ്ക്കായി മുന്നിട്ടിറങ്ങി. വിജയുടെ സത്യപ്രതിജ്ഞയിൽ രാഹുൽ ഗാന്ധിയും വിജയുമായുള്ള ഹൃദ്യമായ കുറെ നിമിഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ സർവ്വ റെക്കോർഡുകളും ഭേദിച്ച് വൈറലാവുകയാണ്. ഈ ഹൃദ്യമായ ദൃശ്യങ്ങൾ നമുക്ക് വ്യക്തമായി കാണുകയും അവലോകനം ചെയ്യുകയും ചെയ്യാം. ചാനൽ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. തെരഞ്ഞെടുപ്പിന് മുൻപ് വിജയ് രാഹുൽ ഗാന്ധിക്ക് 75 സീറ്റ് മത്സരിക്കാൻ ഓഫർ ചെയ്ത് ഒരുമിച്ച് മത്സരിക്കാം എന്ന് അഭ്യർത്ഥിച്ചതാണ്. രാഹുൽ ഗാന്ധിക്ക് അതിന് മനസ്സായിരുന്നു എന്നുള്ളതും വാസ്തവമാണ്. എന്നാൽ അവസാനം മുന്നണി മര്യാദ പാലിച്ചുകൊണ്ട് DMKയുടെ അവഗണന സഹിച്ചുകൊണ്ട് അവരുടെ മുന്നണിയിൽ തന്നെ നിന്ന് വെറും 27 സീറ്റിൽ മാത്രം മത്സരിക്കുകയും അതിൽ ബഹുഭൂരിപക്ഷം സീറ്റുകളിലും പരാജയപ്പെടുകയുമാണ് ഉണ്ടായത്. അതുപോലെ ലോക്സഭയിലേക്ക് 3/2 സീറ്റുകൾ കോൺഗ്രസിന് നൽകാമെന്നും വിജയ് വാഗ്ദാനം നൽകിയതായിരുന്നു. ഏതായാലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ വിജയിയെ രക്ഷിച്ചത് രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും കോൺഗ്രസിന്റെ നേതാക്കളും ആയിരുന്നു. മുൻപ് കോൺഗ്രസിൽ ചേരുന്നതിനു വേണ്ടി വിജയ് രാഹുൽ ഗാന്ധിയെ ചെന്ന് കണ്ട കാര്യവും നിങ്ങളിൽ പലർക്കും അറിയാവുന്നതായിരിക്കും. അദ്ദേഹത്തിന് രാഹുൽ ഗാന്ധിയോട് എത്രമാത്രം ബഹുമാനവും ആദരവുമാണ് എന്ന് കാണിക്കുന്നതാണ് സത്യപ്രതിജ്ഞാ ചടങ്ങിന് ഇടയിലുള്ള ഇരുവരും ചേർന്നുള്ള ചില ഹൃദ്യമായ നിമിഷങ്ങൾ. രാഹുൽ ഗാന്ധിക്ക് അതേപോലെ തന്നെ വിജയിനോടും ഹൃദയബന്ധമാണ് ഉള്ളതെന്ന് ഈ ദൃശ്യങ്ങൾ തെളിയിക്കുകയാണ്. ആദ്യം ഇരുവരും ചേർന്ന് ഒരുമിച്ച് സ്റ്റേജിൽ വന്ന് ജനങ്ങൾക്ക് നേരെ അഭിവാദ്യം ചെയ്തു നിൽക്കുമ്പോൾ ഇരുവരും സംസാരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇവിടെ കണ്ടത്. ഇനി രാഹുൽ ഗാന്ധിയുടെ യഥാർത്ഥ മഹത്വം വിളിച്ചോതുന്ന മറ്റൊരു ദൃശ്യമാണ് ഇത്. അദ്ദേഹം വിജയിയോട് ആദ്യം ഇരിക്കാൻ ആംഗ്യം കാണിക്കുകയാണ്. എന്നാൽ അതേ മര്യാദയോടെ തന്നെ വിജയ് രാഹുൽ ഗാന്ധിയോട് പറയുന്നു, താങ്കൾ ആദ്യം ഇരിക്കൂ എന്ന്. പിന്നീട് രണ്ടുപേരും പരസ്പരം താങ്കൾ ഇരിക്കൂ എന്ന് ആംഗ്യം കാണിച്ച ശേഷം രണ്ടുപേരും ഒരുമിച്ച് ഇരിക്കുകയാണ്. അതുപോലെ തന്നെ വേദിയിൽ ഇരുവരും അടുത്തടുത്താണ് ഇരിക്കുന്നത് എന്നും ശ്രദ്ധിച്ചല്ലോ. ഇവിടെ രാഹുൽ ഗാന്ധി വിജയുടെ ചെവിയിൽ എന്തോ പറയുകയാണ്. നിറഞ്ഞ ചിരിയോടെയാണ് അദ്ദേഹം എന്തോ തമാശയായി പറയുന്നത്. അത് കേട്ട് രണ്ടുപേരും മനസ്സ് നിറഞ്ഞ് ചിരിക്കുകയുമാണ്. ഒരുപക്ഷെ രാഹുൽ ഗാന്ധി പറഞ്ഞത് മോദിക്ക് നമ്മൾ വയറ് നിറച്ച് കൊടുത്തില്ലേ എന്നായിരിക്കാം. ഈ തമാശ നിറഞ്ഞ സംഭാഷണം ഏതാനും സെക്കൻഡുകൾ തന്നെ നീളുന്നതാണ്. ഇനി അടുത്ത ദൃശ്യം കാണാം. ഇവിടെ രാഹുൽ ഗാന്ധി വീണ്ടും വിജയോട് എന്തോ പറയുകയാണ്. ഇനി അടുത്ത ദൃശ്യം കണ്ടുകൊള്ളൂ. ഗവർണർ ഇവിടേക്ക് കടന്നു വരുന്ന സമയത്ത് രാഹുൽ ഗാന്ധി എന്തോ വിജയോട് പറയുമ്പോൾ വിജയ് അദ്ദേഹത്തിന്റെ കൈ പിടിച്ച് അങ്ങനെയൊന്നും വേണ്ടെന്നേ എന്ന രീതിയിൽ എന്തോ പറയുകയാണ്. ഇനി കാണുന്നതാണ് TVK കോൺഗ്രസ് സഖ്യത്തിനു വേണ്ടി ഏറ്റവും കൂടുതൽ വാദിച്ചയാൾ, കോൺഗ്രസ് ഡേറ്റ അനലിസ്റ്റിക് വിങ്ങിന്റെ തലവനായ പ്രവീൺ ചക്രവർത്തി. വിജയ് തന്റെ പ്രസംഗത്തിൽ പ്രവീൺ ചക്രവർത്തിയുടെ പേർ എടുത്തു പറയുകയും ചെയ്തു. അദ്ദേഹം വളരെയേറെ വാദിച്ചതാണ് DMK സഖ്യം ഉപേക്ഷിച്ച് വിജയുമായി സഖ്യം ഉണ്ടാക്കുന്നതിന് വേണ്ടി. എന്നാൽ ചിദംബരത്തിനായിരുന്നു DMKയുമായി തന്നെ സഖ്യം തുടരണമെന്ന് ഏറ്റവും വലിയ നിർബന്ധം. ഓർക്കണം, തെരഞ്ഞെടുപ്പിന് മുൻപ് TVK കോൺഗ്രസ് സഖ്യം രൂപീകരിക്കണം, അതാണ് നല്ലത് എന്ന് ശക്തിയുക്തം വാദിച്ച ആളാണ് പ്രവീൺ ചക്രവർത്തി. സത്യപ്രതിജ്ഞാ ചടങ്ങ് പൂർണ്ണമായി അവസാനിച്ചു കഴിഞ്ഞ് വിജയ് എല്ലാവരെയും ചേർത്ത് സെൽഫി എടുക്കാൻ പോകുമ്പോഴുള്ള ദൃശ്യങ്ങളാണ് ഇത്.
അദ്ദേഹം രാഹുൽ ഗാന്ധിയോട് ആദ്യം പറയുന്നത് എല്ലാവരെയും ചേർത്ത് ഞാനൊരു സെൽഫി എടുക്കാം എന്നാണെന്ന് തന്നെയാണ് മുഖഭാവത്തിൽ നിന്നും ആംഗ്യത്തിൽ നിന്നും തോന്നുന്നത്. സെൽഫി ടൈം വിത്ത് ദി ഓണറബിൾ ചീഫ് മിനിസ്റ്റർ ഓഫ് തമിഴ്നാട്. ഉങ്ക കൂടെ സെൽഫി, നമ്മ കൂടെ സെൽഫി. അതിനുശേഷം വിജയ് സെൽഫിക്ക് വേണ്ടി ഫോൺ റെഡിയാക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കൈ പിടിച്ച് ചെവിയിൽ എന്തോ പറയുകയാണ് രാഹുൽ ഗാന്ധി ചിരിച്ചുകൊണ്ട്. അത് കേട്ട് രണ്ടുപേരും ചിരിക്കുന്നത് കണ്ടോ? ഓർക്കണം, ഇവർക്ക് രണ്ടുപേർക്കും യാതൊരു നാട്യങ്ങളും ഇല്ല എന്ന്. നരേന്ദ്രമോദിയെ പോലെ സ്വയം പൊങ്ങികളല്ല, വിവേകമുള്ള വിദ്യാഭ്യാസമുള്ള ആളുകൾ. എത്ര സ്നേഹത്തോടെയും വിനയത്തോടെയുമാണ് രണ്ടുപേരും പെരുമാറുന്നതും സംസാരിക്കുന്നതും എന്ന് കണ്ടല്ലോ. അത് കണ്ട് ചുറ്റുപാടുമുള്ള നേതാക്കളും വളരെ സന്തോഷത്തോടെ ചിരിക്കുകയാണ്. സെൽഫി എടുത്ത ശേഷമുള്ള ദൃശ്യങ്ങളാണ് ഇത്. രാഹുൽ ഗാന്ധിയോട് മുൻപോട്ട് കയറി നിൽക്കാൻ ആദവ് അർജുന പറയുന്നു. വിജയുടെ ഒപ്പം രണ്ടുപേരും മുൻപിൽ നിൽക്കാൻ എന്ന്. അദ്ദേഹം മുൻപോട്ട് കയറി വിജയുടെ ഒപ്പം നിൽക്കുന്നു. അതിനുശേഷം വിജയ്ക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത് അഭിനന്ദിക്കുകയാണ്. അപ്പോൾ വിജയ് ക്യുക്കായി ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത ശേഷം മറ്റേ കൈകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ കരം പിടിച്ച് രണ്ടുപേരുടെയും കരങ്ങൾ ഉയർത്തി ജനങ്ങളെ അഭിവാദ്യം ചെയ്യുകയാണ്. അപ്പോഴേക്കും ജനങ്ങളുടെ ഹർഷാരവം എത്ര ഉച്ചത്തിലാണ് എത്തുന്നത് എന്ന് കേട്ടല്ലോ. കോൺഗ്രസ് പാർട്ടിക്ക് തമിഴ്നാട്ടിലുള്ള സ്വാധീനം വളരെയധികം കുറഞ്ഞു പോയെങ്കിലും രാഹുൽ ഗാന്ധിയോട് തമിഴ് ജനതയ്ക്ക് വലിയ ആരാധനയാണ് ഉള്ളത്. ശരിക്കും പറഞ്ഞാൽ തമിഴ് ജനതയ്ക്ക് മാത്രമല്ല, ഇന്ത്യയിൽ എമ്പാടുമുള്ള ജനങ്ങൾക്ക് രാഹുൽ ഗാന്ധിയോട് വലിയ ആരാധനയുണ്ട് എന്നുള്ളതാണ് വാസ്തവം. കോൺഗ്രസിൽ ചേരുന്നതിന് ആഗ്രഹിച്ചിരുന്ന ആളായിരുന്നു വിജയ്. ഒരുപക്ഷെ ഭാവിയിൽ അദ്ദേഹത്തിന്റെ പാർട്ടി കോൺഗ്രസിൽ ലയിക്കാനുള്ള ഒരു സാധ്യത തള്ളിക്കളയാൻ ആവില്ല. പക്ഷേ അധികാരക്കൊതി മൂത്ത ജനസ്വാധീനം ഇല്ലാത്ത ചില നേതാക്കൾക്ക് അത് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. വിജയ് കോൺഗ്രസിൽ ചേർന്നാൽ അവർ വിജയെ നിയന്ത്രിക്കാൻ ശ്രമിക്കും എന്ന് വിജയ്ക്കും ഒരു ഭയം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിനാൽ TVK ഉടനടി കോൺഗ്രസിൽ ലയിക്കും എന്ന് പ്രതീക്ഷിക്കാൻ ആവില്ല. പക്ഷേ എന്തെങ്കിലും കാരണത്താൽ ഇവർ തമ്മിലുള്ള പരസ്പര ബഹുമാനം കൊണ്ട് വിജയുടെ പാർട്ടി കോൺഗ്രസിൽ ലയിച്ചാൽ പിന്നീട് തമിഴ്നാട്ടിൽ കോൺഗ്രസിന് നഷ്ടപ്പെട്ട സർവ്വ പ്രതാപവും വീണ്ടെടുക്കാം. അങ്ങനെ വന്നാൽ ഇന്ത്യയിലെ തന്നെ ഒരു വലിയ സംസ്ഥാനത്ത് ഏതാണ്ട് പരിപൂർണമായി ഇല്ലാതായ കോൺഗ്രസിന്റെ പുനരുജ്ജീവനം ആയിരിക്കും ഉണ്ടാവുക. രാഹുൽ ഗാന്ധിയും വിജയും തമ്മിൽ വളരെ അടുത്ത സഹോദര ബന്ധമാണ് ഉള്ളത് എന്ന് തെളിയിക്കുന്നതാണ് രാഹുൽ ഗാന്ധി തന്റെ സഹോദരനാണ് എന്ന് ഈ വേദിയിൽ വെച്ച് വിജയ് പറയുന്നത്. എന്റെ സഹോദരൻ രാഹുൽ ഗാന്ധി എന്നാണ് അദ്ദേഹം രാഹുൽ ഗാന്ധിയെ പരസ്യമായി ഈ വേദിയിൽ വെച്ച് സംബോധന ചെയ്തത്. അതുപോലെ അദ്ദേഹത്തിന്റെ ഭരണം യാഥാർത്ഥ്യമാക്കിയതിൽ വലിയ പങ്ക് വഹിച്ചത് കോൺഗ്രസ് ആണ്, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും പ്രവീൺ ചക്രവർത്തിയും. രാഹുലും വിജയും ചേർന്നുള്ള ഈ മനോഹരമായ നിമിഷങ്ങൾ തമിഴ്നാട്ടിലെ കോൺഗ്രസിന്റെ തിരിച്ചുവരവിന്റെ സൂചനയാണോ? എന്താണ് നിങ്ങളുടെ ഇതേക്കുറിച്ചുള്ള അഭിപ്രായം?